റോപ്പിൽ മൊത്തം ആകെ ചളിയായിട്ടേ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സക്സസ് ആവുന്ന അറിയില്ല. അയച്ചു നോക്കണ്ടത് ഇപ്പോൾ പകുതിയൊക്കെ അയച്ചു നോക്കിയാലാണ് വണ്ടിയൊക്കെ വൃത്തിയാക്കാണ്ടോ. റോപ്പ് ആകെ ചളിയാണ്ടോ, ഉണ്ടോ? അഞ്ഞാഴ്ച ചളിയാ റോപ്പിനെ കണ്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാമായിരുന്നു. അപ്പോൾ വണ്ടിയും ക്ലീൻ ചെയ്യാണ്ട്, മൊത്തം ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഗൈസ് വണ്ടി ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കും കൂടി ഉപകാരമായിക്കൊണ്ടിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ വണ്ടിയിലൊക്കെ ചിലപ്പോൾ അയക്കറിയില്ല, എങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ടീമൊക്കെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നത് ഞാനിപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഈ വീഡിയോസ് മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഫുള്ളും കാണണം. എന്നാലും അവസാനമേ കണ്ടു കഴിഞ്ഞാൽ ക്ലീനിങ് ആയോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം റോപ്പ് കണ്ടിന്ന് അയക്കണം. അതിൻ്റെ അകത്തും ചെയ്യായിരുന്നു, ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയും കാര്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഡാമേജ് ഒന്നും ഇങ്ങനെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം നമ്മൾ അയച്ച് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബ്രഷ് എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് എടുക്കും നമ്മൾ. എന്നിട്ട് ശേഷം നമ്മൾ വണ്ടി കയറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ തുടക്കം വീഡിയോസ് കണ്ടോ, എങ്ങനെയാണ് അതൊരു ക്ലിപ്പൊക്കെ എങ്ങനെ അയക്കുന്നത് മനസ്സിലായിപ്പോൾ. നിങ്ങൾക്ക് ഇതേപോലെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ റിപ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കും ഓരോ രീതിയിലുള്ള ക്ലിപ്പുകൾ, അതിൻ്റെ ലോക്കും ക്ലിപ്പൊക്കെ ഓരോ രീതിയിലല്ലേ, പല വണ്ടിക്ക് പല ക്ലിപ്പുകളാവുമല്ലോ. അപ്പോൾ റിച്ചിലെ ക്ലിപ്പ് ഏതാനും കാണിച്ചു തരാം. അപ്പോൾ അതേമാതിരി അയച്ച് ക്ലീൻ ചെയ്താൽ മതി. ശ്രദ്ധിച്ചയക്കണം, ക്ലിപ്പൊക്കെ ഓരോ പ്ലാസ്റ്റിക് ക്ലിപ്പുകളാണ്, ഒക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചയക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയ്ക്ക് പോവാം, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ക്ലിപ്പ് ആയതുകൊണ്ടോ അത് അയച്ചു. ഇനി രണ്ടാം ഇതിലാകെ മെയിനായി വേണ്ടി നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടിയാൽ മതി. പ്ലസ് നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും നോക്കട്ടെ, ശ്രമിച്ചു നോക്കട്ടെ. ഇനി നമ്മൾ ഇതായിക്കേ, ഇതാണ് ക്ലിപ്പ് ഉണ്ടോ. ഇത് ലോക്ക് നയിക്കണം, ഇത് ലോക്ക് നയിക്കണം. ഇത് അയച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് പോരും, മനസ്സിലായോ? നമുക്കത് അയച്ചു നോക്കാം. മെല്ലെ മെല്ലെ അയക്കണം കേട്ടോ, ധൃതി കുട്ടി ഞാൻ ക്ലിപ്പ് പൊട്ടും. ലോക്ക് ഇതേമാതിരി അലക്കി കിട്ടും പതുക്കെ. സ്വന്തം വണ്ടി ആവണ്ടോ ഗായ്സ്, ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അതാകുമ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണമല്ലോ. ക്ലിപ്പ് കേട്ടോ, ക്ലിപ്പ്. ഈ ക്ലിപ്പ് പ്ലാസ്റ്റിക് ക്ലിപ്പാണ്, പതുക്കെ അയക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോ. ഇതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അയക്കണമെങ്കിൽ നമുക്ക് വരും 100-500 ചിലവ് വരും. പിന്നെ ക്ലീനിങ് ആക്കാൻ വേറെ പൈസ. അടിച്ചൊക്കെ ഒന്ന് ഉണ്ണിക്കുട്ടാ അറി ഞാൻ ക്ലീൻ ചെയ്യാൻ വെക്കണേ, നോക്കണേ. മൊത്തം അയച്ചിട്ട് ക്ലീൻ ചെയ്യാൻ. ഞാൻ അപ്പുറത്ത് അയക്കണ്ടേ, ഇപ്പുറത്ത് അയച്ചു. അപ്പൊ ഞാൻ അപ്പുറത്ത് അയക്കട്ടോ. പിന്നെ അത് ചോദിച്ചു ആകെ മെനകടെ അതൊക്കെ പുറത്തേക്കണം. ഒരു ക്ലിപ്പ് അയച്ചു ഗൈസ്, ഒന്ന് അയച്ചു കേട്ടോ. കഴിച്ചായോണ്ടേ ക്ലിപ്പിലാ ഈ സംഭവം നിൽക്കുന്നു ഗൈസ്.
സൈക്കിളിങ്ങനെ സൈക്കിളിൽ പൊട്ടിപ്പോയാലേ ഇത് മാറ്റി നമ്മൾ ഇനി വേറെ പൈസ ചിലവാക്കണം. ഒന്നത് മൊത്തം ചിലവാക്കി. ഫ്രണ്ടിൽ ക്ലിപ്പില്ല ഗൈസ്, ഫ്രണ്ടിൽ മറ്റേ ഫ്രണ്ടിൽ തയ്ച്ചു. അതിൽ പിടുത്തല്ലാത്തതുകൊണ്ട് സുഖമായിരിക്കാം നമുക്ക്. അത് ചൂടും കൂടെ ആയോണ്ടേ ഈ ലോക്കാതെ അയച്ചു തരണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ലോക്കാതെ അയച്ചിട്ട് നമ്മൾ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ അയച്ചു, ഇനി ഇവിടുത്തെ അയക്കണം. ഇനി ടാസ്ക് ലൈറ്റ് ആയിട്ടാണ്. വിളിച്ച വെറുതെ നിൽക്കണോ? വെറുതെ നിൽക്കണോ? ഒന്ന് വിളിച്ച ക്ഷമേര് ധൈര്യം. തയ്ച്ച് കഴിച്ചു. നമ്മൾ അയക്കലെല്ലാം കഴിഞ്ഞിട്ടോ. കുറച്ച് ഗ്യാപ്പ് ഉണ്ടോ? ഇനി റൂഫ് അയക്കണം. ആ ലോക്ക് എങ്ങനെയൊക്കെ അയച്ചു പഞ്ച് അത് അയക്കുക. ഈ ലോക്ക് അയക്കണ ടാസ്ക് കിട്ടോ ഒന്ന് എങ്ങനെ അയക്കണം സൈഡ് കിട്ടില്ല.
വെച്ചു പോയി. അതിൽ വെച്ച മാർഗം അല്ലയാ, അതിൽ വെച്ച മാർഗം ഞാൻ നിർത്തില്ല. ഇതാണ് ഇതിനൊറ്റ മാർഗം. ഈ ലോക്കാണ് മനുഷ്യൻ എത്ര അടങ്ങാൻ. പുറത്തേക്ക് കിട്ടോ, ഇനി ഫോൺ പുറത്തേക്ക് കിട്ടോ, കഴിഞ്ഞു. ഓക്കെ, ആകെ ചളി നോക്കിയാ അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ അത് അയച്ചിട്ട് നല്ല വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാർ ഷാമ്പു വാങ്ങിയിട്ടുണ്ട്. ഇനി കാർ ഷാമ്പു എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ സോപ്പ് വാട്ടർ ഒഴിച്ചിട്ട് ബ്രഷ് തുറക്കാം. ബ്രഷ് തുറച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ചിങ് ആവുമെന്ന് നോക്കണം. നമുക്ക് ഇത്രയും റിസ്ക് എടുത്ത് അയച്ചിട്ട് സക്സസ് ആവുമെന്ന് അറിയില്ല, ശ്രമിച്ച് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം, അയച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളത്തിൽ ഒഴിച്ച് പതാക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി വാഷ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പോഞ്ചിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് കുറച്ച് കഴിഞ്ഞാൽ നീ ആവും അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ചേർത്തിട്ട് കുഞ്ഞു സൈഡ് കുറച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സോപ്പ് വെള്ളം ഇളക്കി വെച്ചിട്ടുണ്ട്. സോപ്പിലല്ല, മറ്റേ ഷാമ്പു. ഇനി ആദ്യം ഇത് ഒന്ന് വെള്ളമടിക്കണം. ഒന്ന് വെള്ളം അടിച്ച് ഈ ബ്രഷ് എടുത്തുനിന്ന് തേച്ച് നോക്കാം. എന്താ അവസ്ഥ നോക്കാം. ഒരു റൗണ്ട് കഴിഞ്ഞ് നമുക്ക് അടുത്തേക്ക് ഫോൺ പിടിച്ച് നോക്കാം. അപ്പം എന്താ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് വെച്ചോട്ടെ. നല്ല മാറ്റം കേട്ടോ, ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ. ഇതൊന്ന് വാട്ടർ സർവീസ് ആണെങ്കിൽ 1500 രൂപ കൊടുക്കണം. ഈ സാധനം നമ്മൾ വണ്ടി നിന്ന് അയക്കണമെങ്കിൽ ഒരു 500 രൂപ കൊടുക്കണം. 1000 ചിലവ് നമുക്കുണ്ട്. ഇത് നമുക്ക് ആദ്യം 20 രൂപ വേണം. 1 രൂപ കഴിഞ്ഞു. നോക്കിയാൽ ഇത് ഇനി ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ ടൈം എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കറിയില്ലല്ലോ.
ഗൈസ്, അപ്പോൾ നമ്മൾ പ്രൂഫെല്ലാം ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ മാറ്റം നമ്മൾ നോക്കിയിട്ടില്ലല്ലോ, നോക്കി നോക്ക്. എന്നിട്ട് നിങ്ങൾ ബാക്കി പറയും. എത്ര മാറ്റങ്ങൾ നോക്കിയാൽ ചളിയൊക്കെ പോയില്ല അവിടുത്തെ ഫുള്ളും ഉണ്ടോ? എന്തെങ്കിലും ചണ്ട് നോക്കിയാൽ കുറേ മാറ്റങ്ങൾ വെച്ചില്ലേ? അതേമാതിരി നമ്മൾ വണ്ടിയും വാഷിങ് ചെയ്തു ആ ടൈം കൊണ്ട് ഉണ്ടോ? ഫുള്ള് വണ്ടിയും അതേമാതിരി തന്നെ വൃത്തിക്ക് വാഷിങ് ചെയ്തു ഉണ്ടോ? ഉണ്ടോ? ഇനി ഇതൊക്കെ മേലും തുറക്കാൻ കേട്ടോ, ഇനി ജസ്റ്റ് തുറക്കാനൊക്കെ ഉണ്ട് ഉണ്ടോ? ഇനി നമുക്ക് ഡിക്കി ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ ഉണ്ടോ? ഇപ്പം എന്തായാലും നമുക്ക് ആ സാധനം ഇതിലേക്ക് വെക്കണം, ഫിറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ വെച്ച് നോക്കിയിട്ട് ശേഷം നമുക്ക് എത്ര മാറ്റം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ വണ്ടിൻ്റെ അകത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അതേമാതിരി വണ്ടിൻ്റെ മേലെ ചളിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം. നമ്മളൊരു ബൈക്കൊക്കെ പോകുമ്പോൾ അതേമാതിരി വണ്ടിയുമായി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീലിംഗ് അല്ലേ മേലെ നോക്കുമ്പോൾ ചളിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ വീഡിയോസ്. അപ്പോൾ ഇനി ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് നോക്കിയിട്ട് എന്താണ് വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യണം, മൊത്തം കാണില്ല കേട്ടോ വീഡിയോസ്. അതേമാതിരി തീർച്ചയായും പറയണം, ഞാൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ബെൽ ഓപ്ഷൻ ക്ലിക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. നമ്മളിത് ഇനി ഇതിൽ ഫിറ്റ് ചെയ്യട്ടെ. ഫിറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചിടാം എങ്ങനെ ഫിറ്റ് ചെയ്യണം. അയച്ചാൽ മതി തന്നെ, തിരിച്ചാൽ തെറ്റിയാൽ മതി, വ്യത്യാസമൊന്നുമില്ല. ക്ഷമയിൽ വെച്ച് ലെവലാക്കണം, ഇല്ലെങ്കിൽ ലോക്ക് ഇങ്ങനെയൊക്കെ പൊട്ടി മാറിപ്പോവും. എവിടെ നിന്നൊക്കെ അയച്ചോ അതേ സെയിം നമ്മൾ അതിൽ വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഫിറ്റ് ചെയ്യാം ഗൈസ്, നോക്കാം നമുക്ക്. ഗൈസ്, നമ്മളെല്ലാം ഫിറ്റിങ് ചെയ്ത് കഴിഞ്ഞു. നോക്കോ ഉണ്ടോ, എത്ര മാറ്റങ്ങൾ വെച്ച് നോക്കിയാൽ ഫുള്ളും ഉണ്ടോ, ചെളിയൊക്കെ വെയിലോട്ടായിട്ട്. അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ് നമ്മളെ വീഡിയോസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതേമാതിരി പുതിയ പുതിയ വീഡിയോകൾ ഞാൻ എന്താ ചെയ്യും എന്തായാലും. അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ്. ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കണില്ല. അപ്പോൾ എല്ലാവരും കാണുക ഫുള്ളായിട്ട്. ഓക്കെ ഉണ്ടോ, വണ്ടിയും വാഷ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, വീട്ടിലെല്ലാം കഴിഞ്ഞു. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ വേറെ ഒന്നല്ല,
ഓണായിട്ട് നാളെ പരിപാടിയായിട്ട് വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഓണസദ്യ വെക്കാണ്ട് ആലീന്ന് പെങ്ങളൊക്കെ വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ കമ്മിയുണ്ട്. സദ്യ വെക്കാനുള്ള പച്ചക്കറി കുറച്ച് സാധനം കമ്മിയുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങാടിക്ക് പോകാൻ ഞാനും അമ്മയും പോയിട്ട്. അപ്പോൾ ആലീനും പെങ്ങളും കുട്ടികളൊക്കെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇതിന് ബസ് കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ ഒരാ സമയത്ത് ചന്തകുളം എത്തുകയാണെങ്കിൽ ഓരോ ഞാൻ കൊണ്ടുവരും. ഇല്ലെങ്കിൽ അമ്മയോട് ആക്കിയിട്ട് തിരിച്ച് ഞാൻ പിന്നെയും പോകേണ്ടി വരും ചന്തോണേക്ക്. നോക്കട്ടെ, ടൈം അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് പറയുമ്പോൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം. പിന്നെ പൂവ് വാങ്ങാണ്ട് ഉണ്ടോ, കുറച്ച് ഇല്ല ഇവിടെ നുള്ളിപ്പറിക്കില്ല പൂവ് ഒന്നും ഇട്ടിരുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ നാളെ ഓണായതുകൊണ്ട് നല്ല വൃത്തിക്ക് കിട്ടണ്ടേ. അപ്പോൾ പെങ്ങൾ വരികയല്ലേ, അപ്പോൾ കുറച്ച് പൂവൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാൻ മൊത്തം കാണുക. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാവും, ഇവിടെ എന്ന് നടക്കണ മനസ്സിലാവും ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റാൻ മറന്നു. ഞാൻ വീടിൻ്റെ കേസ് പറഞ്ഞല്ലോ, വീട് പണിയെടുക്കുന്ന കേസുകൾ. അപ്പോൾ അതിനൊരു കുറച്ച് കല്ലും ഞാനൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പരിപാടി സ്റ്റാർട്ടിങ് ആക്കണം. കഴിഞ്ഞ വീട്ടിൽ വീടൊന്ന് ലെവലാക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് വീട് ലെവലാക്കാണ്ട്. അപ്പോൾ ഓണം കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോവാം. അമ്മ ബാ പോലെ അമ്മ ഒരുങ്ങി നിൽക്കുന്നു. സൗകര്യമില്ല, പായസം വയ്ക്കാൻ ഒന്നുമില്ല, അവിലും മറ്റേ എന്തൊക്കെ ഉണ്ടാക്കണം, പച്ചക്കറി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സൈഡ് എന്താ പറയുക ഗൈസ്. മനുഷ്യൻ ലീവിൽ വന്നിട്ട് വീട്ടിലിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. വന്നിട്ട് വണ്ടി വാഷ് ചെയ്തു. പിന്നെ അതേമാതിരി കുറച്ച് സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു, അവിടെ പോയി. എന്ത് ചെയ്യാനാ, ലീവിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കറന്നിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോവല്ലേ, വാമ്മ വരി. അപ്പോൾ ഗൈസ് നമുക്കിനി വണ്ടി എടുത്തേക്ക് പോലെ ഗൈസ് പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിട്ടോ. വണ്ടി ആകെ ഇപ്പോൾ ഒരു വൃത്തിയായില്ലേ, ഒന്നാകെ ചളിയും മണ്ണയോ അല്ല, ഒരു അലമ്പായിരുന്നു വണ്ടി ഉള്ളു മൊത്തമായിട്ട്. ഇപ്പോൾ ഒരു വൃത്തിയുണ്ട് വണ്ടി കാണാൻ തന്നെ. അമ്മേ ഇതിനകത്ത് കയറി. ഓ അന്യായ ചൂട്, ഓ അന്യായ ചൂട് ഗൈസ്. മേലൊക്കെ റോപ്പൊക്കെ എന്ത് രസം ഉണ്ടോ, ഒരു വൃത്തിയില്ല. ഇപ്പോൾ ഇനി അതേമാതിരി ഇതൊന്നും ബ്ലാക്ക് ആക്കണം, ഇത് ബ്ലാക്ക് ആക്കാം. ഞാൻ അടുത്ത പേടിയാ കാണും ഗൈസ്. അപ്പോൾ നമുക്ക് അമ്മനെ വെയിറ്റ് ചെയ്യാം അല്ലേ, അമ്മ വരട്ടെ.